മുൻമന്ത്രി കെ ബാബുവിനെതിരായ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. സംഘത്തിൽ ഡിവൈഎസ്പി വേണുഗോപാലിനെയും 3 സിഐമാരെയും ഉൾപ്പെടുത്തി. ഒരു സംഘം ബാബുവിന്റെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകും. മറ്റൊരു സംഘം ബാബുവിന്റെ ഇടപാടുകൾ അന്വേഷിക്കാൻ വിദേശത്തേക്ക് പോകും. വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 3 സിഐമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് സംഘം വിപുലീകരിച്ചത്. ഇതോടെ ബാബുവിന്റെ സ്വത്തുവിവരം അന്വേഷിക്കുന്ന ടീമുകളുടെ എണ്ണം 5ആയി. തമിഴ്നാട്ടിലെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കുന്നതിനും വിദേശയാത്രകൾ അന്വേഷിക്കുന്നതിനുമാണ് പുതിയ 2 ടീമുകൾ കൂടി രൂപീകരിച്ചത്. തേനിയിലെ തോട്ടം സംബന്ധിച്ച വിവരങ്ങൾ തേടി വിജിലൻസ് തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകി. ആണ്ടിപ്പെട്ടി താലൂക്കിലെ കടുമലൈക്കുണ്ട് രജിസ്ട്രാർക്കാണ് വിജിലൻസ് കത്ത് നൽകിയത്. മറുപടി ലഭിച്ച ശേഷം ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോകും. ഒപ്പം ബാബുവിൻ്റെയും ബന്ധുക്കളുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും ബിനാമികളുടെയും വിദേശയാത്രകൾ സമഗ്രമായി പരിശോധിക്കുകയാണ് വിജിലൻസ്. 2013-ലും 2015-ലും ബാബു മന്ത്രിയായിരിക്കെ നടത്തിയ 2 വിദേശയാത്രകളാണ് അന്വേഷിക്കുന്നത്. 2015-ലെ വിദേശയാത്ര വിഴിഞ്ഞം തുറമുഖ കരാർ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപായിരുന്നു. ഭാര്യയുമൊത്ത് സിംഗപ്പൂർ തുറമുഖത്തേക്ക് ബാബു നടത്തിയ വിദേശയാത്രയുടെ ലക്ഷ്യം സംശയാസ്പദമാണെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇതിന് പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറി സിംഗപ്പൂരും മലേഷ്യയും സന്ദർശിച്ചു. ബാബുവിൻ്റെ മറ്റൊരു പേഴ്സണൽ സ്റ്റാഫ് അംഗം 54 തവണയാണ് വിദേശയാത്ര നടത്തിയത്. ബാബുവിൻ്റെ ബിനാമി എന്ന് വിജിലൻസ് സംശയിക്കുന്ന നന്ദകുമാറും ഇതേ സ്ഥലങ്ങളിലേക്ക് നിരവധി തവണ വിദേശയാത്രകൾ പോയിട്ടുണ്ട്. വിദേശത്ത് ഇവർ നടത്തുന്ന ചില വ്യവസായങ്ങളിൽ ബാബുവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിജിലൻസ് സംശയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു സംഘത്തെ വിദേശത്തേക്ക് അയക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓണക്കാലത്ത് എടിഎമ്മുകളിൽ പണം തീരുമെന്ന ആശങ്ക വേണ്ടെന്ന് SBT. നാളെയും മറ്റന്നാളുമായി എടിഎമ്മുകളിൽ പണം നിറയ്ക്കുമെന്ന് SBT അറിയിച്ചു. പണം ശേഖരിച്ചു വെക്കുന്ന SBTയുടെ കറൻസി ചെസ് ബ്രാഞ്ചുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. അതേസമയം എടിഎമ്മുകളിൽ പണം തീർന്നെന്ന പരാതിയെ തുടർന്ന് എത്രയും വേഗം പണം നിറയ്ക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. തുടർച്ചയായ അവധി ദിവസങ്ങൾ മൂലം ബാങ്കുകൾ പ്രവർത്തനരഹിതമായതിനാലാണ് എടിഎമ്മുകളിലെ പണം തീർന്നുപോയത്. തുടർച്ചയായ അവധിയാണെന്ന ഭീതി മൂലം ഇടപാടുകാർ കൂട്ടത്തോടെ എടിഎമ്മുകളിലെത്തിയതോടെ എടിഎമ്മുകളിലെ മുഴുവൻ പണവും തീർന്നു. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിട്ട് CDM മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഹാർഡ്വെയറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എനിക്ക് 1-2 കസ്റ്റമേഴ്സ് വന്നിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു തോന്നുന്നു. ക്യാഷ് ഇല്ല എന്നത് കാണിക്കായിരുന്നു തോന്നുന്നു. ക്യാഷ് എടുക്കാൻ പറ്റുന്നതാണ്, കാശില്ല, വലിയ ബുദ്ധിമുട്ടാണ്. SBT സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ. വേറെ അടുത്തും പോകണ്ടായിരുന്നു, അപ്പുറത്ത് പാളയത്തൂർ ഷോപ്പിൽ ക്യാഷ് ഇല്ലായിരുന്നു. എടിഎമ്മുകളിൽ ആവശ്യത്തിനുള്ള പണം നിറയ്ക്കാൻ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. ആവശ്യത്തിന് പണം സൂക്ഷിക്കാനുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചതായി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ കൺവീനറായ കാനറ ബാങ്കിന്റെ ജനറൽ മാനേജർ ശിവശങ്കരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ഓവറോൾ എടിഎമ്മുകളിൽ പൈസ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഔട്ടാവുന്ന എടിഎംസ് അതായത് സമയത്ത് ഒന്ന് ഫില്ല് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നുള്ള ഒരു SMPCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം കൂടെ എല്ലാ ബാങ്കുകൾക്കും നൽകാൻ എത്തിച്ചിട്ടുണ്ട്. 12, 13 തീയതികളിലായി സംസ്ഥാനത്തെ മുഴുവൻ എടിഎമ്മുകളിലും ഒരിക്കൽ കൂടി പണം നിറയ്ക്കുമെന്ന് SBT വൃത്തങ്ങൾ അറിയിച്ചു. SBTയുടെ കരുതൽ ധനം സൂക്ഷിക്കുന്ന 70 ചെസ് ബ്രാഞ്ചുകൾ തുറന്നു പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിൽ നിന്നും പ്രത്യേക അനുമതി ബാങ്കിന് ലഭിച്ചു. എന്നാൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ATM വഴിയുള്ള പണം പിൻവലിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. കൊല്ലം കടപ്പാക്കടയിലെ ഒരു ATM കേന്ദ്രത്തിൽ നിന്ന് മാത്രമായി 42 ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രം ഉപഭോക്താക്കൾ പിൻവലിച്ചത്. ജനങ്ങളുടെ അസൗകര്യം കണക്കിലെടുത്ത് ATMകളിൽ കൂടുതൽ പണം കരുതാനുള്ള തത്രപ്പാടിലാണ് വിവിധ ബാങ്കുകൾ. ജീവൻകുമാർ, തിരുവനന്തപുരം. ഭരണപരിഷ്കാര കമ്മീഷൻ ഓഫീസ് സംബന്ധിച്ച അവ്യക്തത ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ചെയർമാൻ VS അച്യുതാനന്ദൻ. സെക്രട്ടേറിയറ്റിൽ തന്നെ ഓഫീസ് വേണമെന്നും VS പറഞ്ഞു. ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റ VS അച്യുതാനന്ദൻ ഉച്ചയോടെയാണ് ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൌസിലെത്തിയത്. ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് VS പറഞ്ഞു. ഗവൺമെന്റിന്റെ അറിയിപ്പനുസരിച്ച് ഓരോ പരിപാടികളും നടപ്പിലാക്കുന്നതാണ്. ഓഫീസിന്റെ കാര്യത്തിലെ അവ്യക്തത ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞ VS സെക്രട്ടേറിയറ്റിൽ തന്നെ ഓഫീസ് വേണമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിച്ചു. പിന്നെ അല്ലാതെ ഇങ്ങനെ നല്ല അതിന്റെ ഫംഗ്ഷൻ ശരിയായിട്ടുള്ളതിനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തുടർന്ന് VSന്റെ ഓണാശംസ. എല്ലാ മലയാളികൾക്കും, മലയാളികൾ ഏതര ജനവിഭാഗങ്ങൾക്കും എൻ്റെ ഹാർദമായ അഭിവാദനങ്ങൾ, ആശംസകൾ. ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും കുടുംബവും VSനൊപ്പം പുതിയ വസതിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുമെന്ന് മന്ത്രി KT ജലീൽ. എല്ലാ ബ്ലോക്കുകളിലും 3 വന്ധ്യംകരണ യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും വന്ധ്യംകരണത്തിനാവശ്യമായ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള നിയമം തന്നെ അതിനനുശാസിക്കുന്നുണ്ട്. ഡേഞ്ചറസ് ആൻഡ് ഫെറോഷ്യസ് ആയിട്ടുള്ള നായ്ക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ പ്രിവെൻഷൻ ഓഫ് ആനിമൽസ് അഗെയിൻസ്റ്റ് ക്രൂവാലിറ്റീസ് എന്ന് പറയുന്ന നിയമത്തിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം അറിഞ്ഞിരുന്നു. പക്ഷേ അത് കൊടുക്കുന്ന ആളുകൾ
നിലവിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമക്കുരുക്കിൽ പോയി പെടേണ്ട എന്ന് ഭയപ്പെട്ടത് കൊണ്ടാവാം ഇത് കൊടുക്കുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫെറോഷ്യസ് ആൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള നായ്ക്കളെ ആളുകൾ തന്നെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് കഴിയുന്നത് പോലെയും ആളുകൾ അവർക്ക് കഴിയുന്നത് പോലെയും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷനാണ്. പാലക്കാട് മാൾട്ട രോഗം ബാധിച്ച കന്നുകാലികളെ ദയാവധം ചെയ്യാൻ തീരുമാനം. മണ്ണുത്തി സർവകലാശാലയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ദയാവധം ഏത് രീതിയിൽ വേണമെന്ന തീരുമാനം മൃഗസംരക്ഷണ ബോർഡിന് വിട്ടു. മനുഷ്യരിലേക്ക് എത്തിയാൽ ഗർഭഛിദ്രം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന മാൾട്ടാപ്പനി ബാധിച്ച കന്നുകാലികളെ ദയാവധത്തിന് വിധേയരാക്കാനാണ് വെറ്ററിനറി സർവകലാശാലയിൽ ചേർന്ന വിദഗ്ധ സമിതിയുടെ തീരുമാനം. രോഗം കണ്ടെത്തിയ ഫാമിൽ തന്നെ ഇവയെ കൊന്ന് കുഴിച്ചുമൂടുക, മണ്ണുത്തിയിലെ സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ച അവശിഷ്ടങ്ങൾ ഉയർന്ന ഊഷ്മാവിൽ സംസ്കരിക്കുക എന്നിവയാണ് പ്രായോഗികമായ 2 മാർഗങ്ങൾ. എന്നാൽ രോഗം കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കന്നുകാലികളെ മാറ്റരുതെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. മറ്റു കന്നുകാലികളിലേക്ക് രോഗാണുക്കൾ എത്തുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്. 84 കന്നുകാലികളെ തിരുവിഴാംകുന്ന് ഫാമിൽ കുഴിച്ചുമൂടുന്നത് പ്രദേശത്ത് അണുവ്യാപനത്തിന് കാരണമായേക്കുമെന്ന നിരീക്ഷണമുണ്ട്. ഈ 2 സാധ്യതകളും പരിശോധിച്ച സമിതി ദയാവധവും സംസ്കരണവും ഏരുവരത്തിൽ നടപ്പാക്കണമെന്ന കാര്യം കേന്ദ്ര സംസ്ഥാന മൃഗസംരക്ഷണ ബോർഡുകൾക്ക് വിട്ടു. അവരുടെയും കൂടെ കൺസെൻസോട് കൂടിയിട്ട്, അവരുടെയും കൂടെ അഭിപ്രായത്തോടു കൂടി ഇതിനെ എങ്ങനെ കൊന്ന് ഡിസ്പോസ് ചെയ്യണമെന്നുള്ള തീരുമാനം ഉടനെ തന്നെ എടുക്കുന്നതും. പരമാവധി 2 ആഴ്ചക്കകം ദയാവധം നടപ്പാക്കാനാവും. വെറ്റിനറി സർവകലാശാല രജിസ്ട്രാർ, തിരുവിഴാംകുന്ന് കേന്ദ്രത്തിന്റെ തലവൻ ഷിബു സൈമൺ, മൈക്രോബയോളജി മൃഗസംരക്ഷണ വകുപ്പ് വിദഗ്ധർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് മൃഗസംരക്ഷണ ബോർഡുകൾക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹരിയാനയിൽ പോലീസിന്റെ ബീഫ് ബിരിയാണി വേട്ടയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗോവധ നിരോധനം ഉയർത്തിക്കാട്ടി പോലീസ് ബിരിയാണി കടകൾ മുഴുവനായി അടച്ചുപൂട്ടുകയാണ്. പശുവിറച്ചി ഉപയോഗിക്കാറില്ലെന്ന് പലകുറി ആവർത്തിച്ചിട്ടും പോലീസ് ചെവിക്കൊള്ളുന്നില്ലെന്ന് കച്ചവടക്കാർ ആരോപിച്ചു. പെരുന്നാൾ കൂടി അടുത്തതോടെ കൊടും പട്ടിണിയിലാണ് കച്ചവടക്കാർ. സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ ഹരിയാനയിൽ പ്രതിഷേധം നടത്തുകയാണ്. ഗോവധ നിരോധന നിയമം ചൂണ്ടിക്കാട്ടി ഹരിയാനയിലെ ബിരിയാണി കടകൾ പോലീസ് അടപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗോമാംസം ബിരിയാണിയിൽ ഉൾക്കൊള്ളിക്കുന്നില്ലെന്നും കോഴിയിറച്ചിയും പോത്തിറച്ചിയുമാണ് ഉപയോഗിക്കുന്നതെന്ന് ആവർത്തിച്ചിട്ടും പോലീസ് ചെവികൊള്ളുന്നില്ലെന്ന് കച്ചവടക്കാർ ആവർത്തിച്ചു. ഹരിയാനയിലെ 50% ബിരിയാണി കടകളും അടച്ചു. DIG ഭാരതി അറോറയാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. ഹിസാറിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ബിരിയാണിയുടെ സാമ്പിൾ പരിശോധന നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നടത്തിയിട്ടില്ല. ഗോ ദൗത്യസേനയും ബിരിയാണി കടകൾ ആക്രമിച്ചു. ഇവരുടെ ബിരിയാണി പത്രങ്ങളും പോലീസ് കൊണ്ടുപോയി. പോലീസ് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ കേന്ദ്ര നേതൃത്വം ഹരിയാനയിലെ റോത്തക്കിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP അധികാരത്തിലെത്തിയ ശേഷമാണ് സംസ്ഥാനത്ത് ഗോവധ നിരോധനം ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബ്രസീലിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എംബ്രയർ 145 ജെറ്റ് വിമാന ഇടപാടിൽ അഴിമതി നടന്നെന്ന ആരോപണത്തെ തുടർന്ന് അന്വേഷണത്തിന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗമായ DRDO ഉത്തരവിട്ടു. 2008-ൽ UPA സർക്കാരിന്റെ കാലത്താണ് ഇടപാട് നടന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിമാനം കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന ആരോപണത്തിൽ ഇതിനകം ബ്രസീലും US-ഉം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്തെ ജെറ്റ് വിമാന ഇടപാടിൽ വൻ അഴിമതി നടന്നിരുന്നുവെന്നാണ് ബ്രസീലിയൻ പത്രമായ ഫോളോ ഡി സാവോ പോളോ റിപ്പോർട്ട് ചെയ്തത്. 2008-ൽ UPA സർക്കാരിന്റെ കാലത്താണ് ഇടപാട് നടന്നത്. കരാർ പ്രകാരം 2 വിമാനങ്ങൾ ഇന്ത്യക്ക് ബ്രസീൽ കൈമാറിയിരുന്നു. മറ്റുള്ള ഒരെണ്ണം പിന്നീട് ഇന്ത്യക്ക് കൈമാറാനും തീരുമാനിച്ചു. ഇന്ത്യ ഈ വിമാനങ്ങൾ വാങ്ങിയത് $208 മില്യൺ. ഇതേ വിമാനങ്ങൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക് വാങ്ങിയതാകട്ടെ $94 മില്യൺ. ഇതിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് തന്നെ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് അന്വേഷണത്തിന് വഴിവെച്ചത്. നേരത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിമാനം കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഇതിനകം ബ്രസീലിലും US-ലും അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇന്ത്യയുമായി ഇടപാട് നടത്താൻ ഒരു ഇടനിലക്കാരൻ വൻ തുക കമ്മീഷൻ വാങ്ങിയതായും പത്രം ആരോപിക്കുന്നു. ബ്രസീലിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എംബ്രാർ 145 ജെറ്റ് വിമാന ഇടപാടിലെ ഇടനിലക്കാരൻ ആരാണെന്ന വിവരം എന്നാൽ പത്രം പുറത്തുവിട്ടില്ല. അതേസമയം ആരോപണങ്ങൾ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി നിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. ഒരു സബ് ഇൻസ്പെക്ടർക്ക് പരിക്കേറ്റു. സായുധരായ ഭീകരർ സിവിൽ സ്റ്റേഷന് സമീപത്തെ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. സൈനിക ക്യാമ്പിന് സമീപമുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഭീകരർ വെടിയുതിർത്തത്. ഹന്ദ്വാര മേഖലയിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഈ വർഷത്തെ ഹജ്ജിന് തുടക്കമായി. ഇന്നാണ് അറഫ സംഗമം. 17 ലക്ഷത്തോളം വിശ്വാസികൾ അറഫയിൽ ഒത്തുചേരും. മധ്യാഹ്നം മുതൽ അസ്തമയം വരെയാണ് അറഫ സംഗമത്തിന്റെ സമയം. ചൂടിനെ പ്രതിരോധിക്കുന്നതും തീപിടിക്കാത്തതുമായ കൂറ്റൻ പന്തലുകൾ അറഫ മൈതാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. നാളെയാണ് ബലിപെരുന്നാൾ.
ട്രാക്ടർ സമരത്തെ തുടർന്ന് ശബരിമലയിലേക്കുള്ള പൂജാ സാധനങ്ങൾ അടക്കമുള്ളവയുടെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. നാളെ വൈകിട്ട് ഓണപൂജകൾക്കായി ശബരിമല നട തുറക്കാനിരിക്കെയുള്ള സമരം തീർത്ഥാടനത്തെ പ്രതിസന്ധിയിലാക്കിയേക്കും. 2 ദിവസം മുമ്പ് ആരംഭിച്ച ട്രാക്ടർ സമരത്തെ തുടർന്നാണ് ശബരിമലയിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടത്. ശബരിമലയിലെ നിർമ്മാണ സാമഗ്രികളും പൂജാവസ്തുക്കളും ഇതോടെ പമ്പയിൽ കെട്ടിക്കിടക്കുകയാണ്. ഓണപൂജയ്ക്കായി നാളെ നട തുറക്കാനിരിക്കെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് ഓണപൂജ തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി വിധി ഉള്ളതിനാൽ ട്രാക്ടർ കരാർ തൊഴിലാളികൾ സന്നിധാനത്ത് സാധനങ്ങൾ നിശ്ചിത സമയത്ത് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും ഇത് നടപ്പിലാകുന്നില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ട്രാക്ടർ കരാർ തൊഴിലാളികളും ട്രേഡ് യൂണിയൻ തൊഴിലാളികളും തമ്മിലുള്ള കൂലി തർക്കത്തെ തുടർന്നാണ് സമരം നടക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ സാധനങ്ങൾ എത്തിക്കാൻ തയ്യാറാണെന്ന് യൂണിയൻ നേതാക്കളും അറിയിച്ചിരുന്നു. സന്നിധാനത്തെ ഉത്രാട സദ്യയ്ക്കും ഓണക്കോടി വിതരണത്തിനും അടക്കമുള്ള ചരക്കുകൾ പമ്പയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ജീവനക്കാർക്കടക്കം ഭക്ഷണ സാധനങ്ങൾ പോലും പമ്പയിൽ നിന്ന് മുകളിൽ എത്തുന്നില്ല. സാധനങ്ങൾ എത്താത്തത് നാളെ മുതൽ നടക്കുന്ന ചടങ്ങുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആശങ്കയുണ്ടെന്ന് ശബരിമല മേൽശാന്തിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാങ്ങോട് കുന്നത്തുകുളം ചിത്രനഗറിലെ ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന തങ്കത്തിന് പീപ്പിൾ വാർത്ത തുണയായി. ഇടുങ്ങിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന 4-അംഗ കുടുംബത്തിന് പ്രദേശത്തെ CPIM നേതൃത്വം പുതിയ വീട് വെച്ച് നൽകി. 45 ദിവസം കൊണ്ടാണ് ഇവർക്കുള്ള ഭവനം പണിതീർത്ത് നൽകിയത്. പുതിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ ഗൃഹനായിക തങ്കത്തിന്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നാടിന്റെ സ്നേഹോപഹാരവും കരുതലുമാണ് താൻ ഏറ്റുവാങ്ങുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. ഒരു മുറി വീടിന്റെ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പുതിയ ഗൃഹത്തിന്റെ അടച്ചുറപ്പിലേക്ക് തങ്കവും കുടുംബവും കാലെടുത്ത് വെക്കുകയായിരുന്നു. പാങ്ങോട് കുന്നത്തുകുളം ചിത്രനഗറിലെ വീടെന്ന് വിളിക്കാനാവാത്ത ഒറ്റമുറിയിൽ 4-അംഗ കുടുംബവുമായി കഴിയേണ്ടി വന്ന തങ്കത്തിന്റെ അവസ്ഥ പീപ്പിൾ TV വാർത്തയാക്കിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ ശാലയിലെ CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ മുൻകൈയിൽ നാണയത്തുട്ടുകൾ ശേഖരിച്ചാണ് ഭവനമൊരുക്കിയത്. തന്നോട് ജനങ്ങൾ കാട്ടിയ സീമാതീതമായ സ്നേഹത്തിന് വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ കഴിയാത്തത്രയും വീർപ്പുമുട്ടുകയാണിവർ. ഞങ്ങളുടെ കിടന്ന കഷ്ടപ്പാട് കണ്ട് ബഹുമാനപ്പെട്ട സഹാക്കന്മാർ വന്ന് ഞങ്ങൾക്ക് ഈ ഉപകാരം ചെയ്തതിന് വളരെ നന്ദി. മനസ്സിലിങ്ങനെ പൊങ്ങി വരുന്ന സന്തോഷം, അത് ഇങ്ങനെ നന്ദി പറഞ്ഞ് ഞാനത് പറയുകയാണ്. അത്രമാത്രം കഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുമ്പ് ചിരിച്ചോണ്ട് ഈ ചിരിയൊന്നും അന്നില്ലായിരുന്നു. ആരുടെ മുമ്പിൽ ചിരിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. അത്ര ദുഃഖത്തിൽ ചെളിയിലും വെള്ളത്തിലും കിടന്നു. അങ്ങനെ 4 പേർക്കും അസുഖം പിടിച്ച അമ്മയ്ക്കും കൊച്ചുമോൾക്കും അതിനുശേഷം മരുമക സുഖമല്ല. 4 പേരും ഒരു കൊച്ചു ഇടുങ്ങിയ മുറിയിലായിരുന്നു. 45 ദിവസം കൊണ്ടാണ് ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയതായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം വൈദ്യുത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകം നടുങ്ങിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഇന്ന് 15-ാം വാർഷികം. ഞെട്ടലിൽ നിന്ന് അമേരിക്കൻ ജനത ഇന്നും മുക്തമായിട്ടില്ല. 2001 സെപ്റ്റംബർ 11 രാവിലെയാണ് യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത് അൽ-ഖ്വയ്ദ ഭീകരർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തി നിന്ന ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ 2 ടവറുകൾ ഭീകരർ വിമാനമിടിച്ചുകയറ്റി നിശേഷം തകർത്തു. ഇതിനു പുറമെ സൈനികാസ്ഥാനമായ പെന്റഗണും ആക്രമിക്കപ്പെട്ടു. 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത 19 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയിലെ അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 എണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഇരട്ട ടവറുകളിലേക്ക് ഇടിച്ചുകയറ്റി. മിനിറ്റുകൾക്കകം 2 ടവറുകളും നിലംപൊത്തി. അതേസമയം തന്നെ റാഞ്ചിയെടുത്ത 3-ാമത്തെ വിമാനം മറ്റൊരു സംഘം വെർജീനിയയിലുള്ള പെന്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചുകയറ്റി. 4-മതൊരു വിമാനം റാഞ്ചിയിരുന്നെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൌണ്ടിയിലുള്ള ഒരു പാടശേഖരത്ത് തകർന്നു വീണു. ഈ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്ന് കരുതുന്നു. 90 രാജ്യങ്ങളിൽ നിന്നുള്ള 2993 പേർക്ക് ജീവൻ നഷ്ടമായി. ഒസാമ ബിൻ ലാദനെ പിടികൂടി വധിച്ചു. എന്നാൽ ലാദനെ പിടികൂടുക എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ലക്ഷങ്ങളുടെ ആൾനാശവും സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അതൃപ്തിക്കിടയാക്കി. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് ലോകചരിത്രത്തിൽ സമാനതകളില്ല. എന്നാൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അമേരിക്ക ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മയുടെ ഫലമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വമ്പൻ ശക്തിയായി അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ടവറുകളുടെ സ്ഥാനത്തുള്ള മ്യൂസിയത്തിൽ പ്രാർത്ഥനകളുമായി നൂറുകണക്കിനാളുകൾ ഇന്ന് ഒത്തുചേരും. ഇന്റർനാഷണൽ ഡെസ്ക്. അട്ടപ്പാടിയിൽ ആദിവാസി ബാലൻ മരിച്ചു. പോഷകാഹാരക്കുറവാണ് മരണകാരണമെന്നാണ് സൂചന. അട്ടപ്പാടി ഷോളയാർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്.
കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജയലക്ഷ്മി ഫാക്ടറി ഹെഡ് ഓഫീസ് CPIM CITU നേതാക്കന്മാരും MLAമാരും കൊല്ലം മേയറും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഉപരോധിച്ചു. 12,000 തൊഴിലാളികളാണ് VLCയിൽ മാത്രം പണിയെടുക്കുന്നത്. സമരം കണ്ടില്ലെന്ന് നടിച്ചാൽ തൊഴിലാളികളെ ഹെഡ് ഓഫീസിന് മുൻപിൽ എത്തിക്കുമെന്ന് KN ബാലഗോപാൽ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ 5-ാം തീയതി മുതൽ VLC ഹെഡ് ഓഫീസിന് മുമ്പിൽ സ്റ്റാഫ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം നടത്തി വരികയായിരുന്നു. ഓണമെത്തിയിട്ടും ഫാക്ടറി തുറക്കുകയോ ബോണസ് സംബന്ധിച്ച് ചർച്ച നടത്താൻ തയ്യാറാകാത്തതിനെയും തുടർന്നാണ് സമരം ഉപരോധമായി മാറ്റിയത്. ഫാക്ടറികൾക്ക് മുമ്പിൽ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലും MLAമാരായ മുകേഷ് നൌഷാദ്, കൊല്ലം മേയർ രാജേന്ദ്രബാബു, കാപെക്സ് ചെയർമാൻ സുധേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ VLC ഓഫീസ് ഉപരോധിച്ചത്. 1000 കോടി രൂപ ഒരു വർഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയിൽ കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു പങ്ക് ഈ തൊഴിലാളികളുടെ അധ്വാനമാണല്ലോ അതിന് കാരണം. ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കണം, ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കണം. 10,000-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറിയിൽ നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല തൊഴിലാളികൾ. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 40,000 തൊഴിലാളികളാണ് വിവിധ സ്വകാര്യ ഫാക്ടറികളിൽ അടച്ചിട്ടതിനെ തുടർന്ന് പട്ടിണിയിലായത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. കോഴിക്കോട് കാഴ്ചയില്ലാത്തവർക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും സമ്മാനിച്ചു. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. പൂക്കളെയും വർണ്ണങ്ങളെയും ആഘോഷങ്ങളെയും ഭാവനയിൽ മാത്രമാണ് ഇവർക്കറിയുക. ഓണത്തിന്റെ ചിത്രം മനസ്സിൽ വ്യക്തമല്ലെങ്കിലും ഈ ദിനം അവർക്ക് ആഹ്ലാദം നിറഞ്ഞതായിരുന്നു. കാഴ്ചയില്ലാത്തവർക്കായി ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡാണ് ഓണക്കിറ്റും ഓണപ്പുടവയും സമ്മാനിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും തൊഴിലില്ലാത്തവർക്കുമാണ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഓണസമ്മാനം. മുനവർ അലി ശിഹാബ് തങ്ങളാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗാർമെന്റ് മെർച്ചന്റ് അസോസിയേഷനും ലയൺസ് ക്ലബിന്റെയും സഹായത്തോടെയായിരുന്നു ചടങ്ങ്. തുടർന്ന് കലാകാരന്മാർ പാട്ടും കവിതയും ആലപിച്ചു. ഇരുട്ടിനപ്പുറത്ത് നിറങ്ങൾ പൂത്തുനിൽക്കുന്ന ഒരു ഓണക്കാലത്തിന്റെ ഓർമ്മയാവും ഇവർക്ക് ഈ ദിനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൃശൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. MV രാഘവൻ സ്മാരക മന്ദിരം എന്ന പേരിൽ തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ആസ്ഥാന മന്ദിരം പ്രവർത്തനം ആരംഭിച്ചത്. ഹെഡ് ഓഫീസ് ബ്രാഞ്ച് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനും വെബ്സൈറ്റ് ഉദ്ഘാടനം K രാധാകൃഷ്ണനും നിർവഹിച്ചു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സഹകരണ സംഘം രജിസ്ട്രാർ TK സതീഷ് കുമാർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MK കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.